ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളി കോഴിവട ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ സവോളയാണ് കേട്ടോ. അത് ഇതുപോലെ നൈസാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വഴറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഉരുളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സവോള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ഒരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. അത് ഏകദേശം ഒരു ബ്രൗൺ കളറാവണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ചിക്കൻ ഇതുപോലെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലയും നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു ബ്രൗൺ കളറൊക്കെ ആവണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി 3 ടീസ്പൂണാണ് കേട്ടോ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ചാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മസാല നന്നായി ഇതുപോലെ അല്ലട്ടോ നന്നായി മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയ്ക്കുള്ള കൂട്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആക്കുന്നത് ഈ കോഴിവടയിലേക്കുള്ള മാവാണ് കേട്ടോ. അത് നമ്മൾ മൈദമാവ് 2 ടീസ്പൂൺ നെയ്യ്, ഉപ്പ്, വെള്ളം കൂടിയിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. ചപ്പാത്തി പരത്തണ പോലെ തന്നെ ഓരോ ബോളാക്കി എടുത്തിട്ടുണ്ട്. അതിതുപോലെ നന്നായി വലിയ ഷീറ്റ് തന്നെ ആക്കിയിട്ട് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടും. ഒരു ഷീറ്റിൽ നിന്ന് തന്നെ ഒരു 8-9 പീസസ് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിത് നന്നായി പരത്തി കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങൾ അളവ് ഗ്ലാസ്സാണ് കേട്ടോ ഇത്. ഇതിലായിട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ട് നമുക്കൊരു 8 പീസോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം നമ്മളിതുപോലെ മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം ഇത് ഞങ്ങൾ ഈ കോഴിവട ഉണ്ടാക്കുന്ന കാലം മുതലേ ഒരു ഉണ്ടായിരുന്നതാണ് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഈ അച്ചിലിട്ടിട്ട് നമുക്ക് നന്നായി വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് നമുക്ക് അടിപൊളി കോഴിവട കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കോഴിവട വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളതുപോലെ തന്നെ ഒരു 150-150ഓളം ഞങ്ങൾ കോഴിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പാക്കാക്കലും കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.